السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സദുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. സഹോദരങ്ങളെ, മനുഷ്യൻ്റെ മൂന്നിലൊരു ഭാഗം ഉറക്കവുമായി ബന്ധപ്പെട്ട് കഴിയുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഈ ഒരു ഉറക്കം ഇബാദത്താക്കി മാറ്റിയാൽ ജീവിതത്തിൻ്റെ മൂന്നിലൊരു ഭാഗം വെറുതെ ഇബാദത്തിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുഖാൽ മഹാനവറുകൾ പറയാൻ, മാ മിൻ അബ്ദിൻ യളഉ ജംബഹു അലൽ ഫിറാശ് ഫയദ്കുറുല്ലാഹ തആല ഫയുദ്രികുഹു അൻ-നൗമു ഫഹുവ കദാലിക ഇല്ലാ കതബ ദാകിറൻ ഇലാ അൻ യസ്തൈഖള. ഒരാൾ അവൻ്റെ വിരിപ്പിലേക്ക് കടക്കാൻ പോയി കഴിഞ്ഞാൽ വലത് ഭാഗത്തായി കിടക്കുകയും ദിക്ർ ചൊല്ലിക്കൊണ്ടുറങ്ങുകയും ചെയ്താൽ രാവിലെ വരെ എഴുന്നേൽക്കുന്നത് വരെ അവനെ ദിക്ർ ചൊല്ലിയവനായി കണക്കാക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഉറങ്ങുന്ന സമയത്ത് മലക്കുകളുടെ കാവൽ ലഭിക്കാൻ നാം ദിക്ർ ചൊല്ലി ഉറങ്ങണം. മഹാനായ സദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഖാൽ മഹാനവറുകൾ പറയാൻ, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മാ മിൻ മുസ്ലിമിൻ യഅഖുദു മൽജഅഹു ഫയഖറഉ സൂറത്തൻ മിൻ കിതാബില്ലാഹി തആല. ഒരു മുസ്ലിം അവൻ തൻ്റെ ഇരിപ്പിടത്തിൽ കിടക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഇല്ലാ വക്കലല്ലാഹു ബിഹി മലക്കൻ യഹ്ഫളുഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു മലക്കിനെ ഏൽപ്പിക്കുന്നതാണ്. ഫലാ യഖ്റുബുഹു ശൈഉൻ യുഅ്ദീഹി, അവനെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും അവനോട് അടുക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ദിക്ർ ചൊല്ലി ഉറങ്ങിയ സമയത്ത് നമ്മൾ മരണപ്പെട്ടാൽ അവനെ ഇബാദത്ത് ചെയ്യുന്നവനായി മരിച്ചതുപോലെയാണ്. കാരണം നേരത്തെ പറഞ്ഞ ദിക്ർ ചൊല്ലുന്നവനായിട്ടാണ് അള്ളാഹു അവനെ കണക്കാക്കുക. അതുകൊണ്ട് തന്നെ ആ സമയത്ത് മരണപ്പെട്ടാൽ അവനെ ഇബാദത്ത് ചെയ്തതിൻ്റെ കൂലി ലഭിക്കുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നിഖില മേഖലകളിലും ദിക്റുകൾ വർദ്ധിപ്പിക്കണം. ദിക്ർ ചൊല്ലിയാൽ നമുക്കൊരുപാട് ഗുണങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. ജന്മന നമ്മുടെ ഹൃദയത്തിൽ പിശാചുണ്ട്. ആ പിശാച് നമ്മളിൽ നിന്ന് പോകുന്നത് തൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പ്രസവിച്ച ഉടനെ നമ്മുടെ വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് ആ പിശാച് നമ്മിൽ നിന്ന് ഓടിമറയുന്നത് എന്ന് പണ്ഡിതന്മാർ നമ്മൾക്ക് പറഞ്ഞു തരുകയാണ്. പൈശാചിക ഉപദ്രവമുണ്ട് എന്ന് തോന്നുന്നവർ അള്ളാഹുവിൻ്റെ ദിക്റിലേക്കാണ് മടങ്ങേണ്ടത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്, കസ്റത്തു ദിക്രി തബ്ഉദു ശൈത്വാനു അലാ ഖൽബിക്. ദിക്റിനെ അധികരിപ്പിക്കുക എന്ന് പറയുന്നത് അത് തബ്ഉദു ശൈത്വാന്, ശൈത്വാനെ വിദൂരമാക്കുന്നതാണ്. അലാ ഖൽബിക, നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ശൈത്വാൻ ഓടി അകലുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മിൻ ശദ്ദിൽ വസ്വാസിൽ ഖന്നാസ് എന്ന് പറയുന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശദ്ദിൽ വസ്വാസിൽ ഖന്നാസ് എന്ന മിൻ ശദ്ദിൽ വസ്വാസിൽ ഖന്നാസ് എന്ന് പറയുന്ന ആ ആയത്തിൻ്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഹുവ ശൈത്വാനു നായിമുൻ അലൽ ഖൽബ്, ശൈത്താൻ എന്ന് പറയുന്നത് ഹൃദയത്തിൽ ഉറങ്ങുന്നതാണ്. ഫൈദാ ദക്കറല്ലാഹു തആല ഖനസ, അല്ലാഹുവിനെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഓടി അകലുന്നതാണ്. ഫൈദാ ഗഫല വസ്വസ, അല്ലാഹുവിൻ്റെ ദിക്റിൽ നിന്ന് അശ്രദ്ധനായാൽ അവൻ വസ്വാസ് ഉണ്ടാക്കുന്നതാണ് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അവനിൽ ഉറങ്ങിക്കിടക്കുന്ന മൃഗം പുറത്തു വന്നു എന്നൊക്കെ. യഥാർത്ഥത്തിൽ അവനിലുള്ള പിശാചാണ് തെറ്റ് ചെയ്യുന്ന സമയത്ത് പുറത്തു വരുന്നത്. എല്ലാ വസ്തുവിനെയും കഴുകിയെടുത്താൽ ശുദ്ധിയാകുന്നതാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, റസൂലുള്ളാഹി പറയാൻ, ഇന്ന ലികുല്ലി ശൈഇൻ സിഖാല, ഓരോ വസ്തുക്കൾക്കും ആ വസ്തുക്കളെ ശുദ്ധിയാക്കാൻ കഴുകിയെടുക്കലുണ്ട്.
വഇന്ന സിഖാലത്തുൽ ഖുലൂബി, ഹൃദയത്തെ ശുദ്ധിയാക്കുക എന്ന് പറയുന്നത് ദിക്റുല്ലാഹി തആല, അള്ളാഹുവിൻ്റെ ദിക്ർ ചൊല്ലലാണ്. നമ്മുടെ ഹൃദയം പാപങ്ങൾ കൊണ്ട് കറ പിടിച്ചതാണെങ്കിൽ അത് കഴുകിക്കളയാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ മേൽ ദിക്ർ ചൊല്ലലാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മൾ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്ർ ചൊല്ലിക്കയറണം. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോഴും ദിക്റുകൾ നാം അധികരിപ്പിക്കണം. മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇദാ ദഖല അർ-റജുലു ബൈതഹു, ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫദക്കറല്ലാഹു തആല ഇൻദ ദുഖൂലിഹി, അവൻ പ്രവേശിക്കുന്ന അവസരത്തിൽ അള്ളാഹുവിൻ്റെ മേൽ ദിക്ർ ചൊല്ലട്ടെ. വഇൻദ തുആമിഹി, അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്തും അവന് ദിക്ർ ചൊല്ലണം. അങ്ങനെ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ഖാല ശൈത്വാൻ ലി അസ്ഹാബിഹി, പിശാച് തൻ്റെ മക്കളോട് തൻ്റെ കൂട്ടുകാരോട് പറയും ലാ മബീത ലക്കും വലാ അശാ, ഇന്നത്തെ ദിവസം നമ്മൾക്ക് ഈ വീട്ടിൽ രാപ്പാർക്കാൻ കഴിയില്ല, അതേപോലെ തന്നെ നമ്മൾക്ക് ഭക്ഷണവുമില്ല എന്ന് പറയും. വൈദാ ദഖല ഫലം യദ്കുറുല്ലാഹ്, ആരെങ്കിലും ഒരാൾ പ്രവേശിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ദിക്ർ ചൊല്ലിയിട്ടില്ലെങ്കിൽ, ഇൻദ ദുഖൂലിഹി, പ്രവേശിക്കുന്ന അവസരത്തിൽ ദിക്ർ ചൊല്ലിയിട്ടില്ലെങ്കിൽ ഖാല ശൈത്താൻ പറയും അദറക്തുൽ മബീത, ഇന്നേ ദിവസം നമ്മൾക്ക് ഇവിടെ രാപ്പാർക്കാവുന്നതാണ്. വൈദാ ലം യദ്കുരില്ലാഹി തആല ഇൻദ തുആമിഹി, അവൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ദിക്ർ ചൊല്ലിയിട്ടില്ലെങ്കിൽ, വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് ദിക്ർ ചൊല്ലിയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം പിശാച് അവിടെ രാപ്പാർക്കുന്നതാണ്. ഇനി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ ശൈത്താൻ തൻ്റെ കൂട്ടുകാരോട് പറയും അദ്റക്തുൽ മബീത വൽ അശാ, ഇന്നത്തെ ദിവസം രാപ്പാർക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഇവിടെ അവസരമുണ്ട് എന്ന് പറയുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. അതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ബിസ്മി ചൊല്ലേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പതിവായി ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ബഖറ എന്ന് പറയുന്നത്. മുഴുവൻ ഓതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കഴിയുന്നത്ര ഓതുകയും, അതിനും കഴിയില്ലെങ്കിൽ ഹദ്ദാദിൻ്റെ തുടക്കത്തിലൊക്കെ നമ്മൾ ഓതുന്നത് പോലെ ബഖറയുടെ ആദ്യത്തെ അല്പമായത്തുകളും ആയത്തുൽ കുർസിയും ആമന റസൂലും നമ്മൾ ഓതണം. ഇങ്ങനെ ഓതുന്നവരുടെ വീടുകളിലുള്ള പിശാചുക്കൾ ഓടി അകലുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറയാൻ ലാ തജഅലൂ ബുയൂതക്കും മഖാബിറ, നിങ്ങളുടെ വീടുകൾ മഖബറകളാക്കരുത്, ഒന്നും ഓതാതെ നിങ്ങൾ നിൽക്കരുത്. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തി അല്ലദീ തഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് ശൈത്താൻ ഓടി അകലുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകളിൽ പിശാചിൻ്റെ ഉപദ്രവമുണ്ടെങ്കിൽ നമ്മൾ ഈ സൂറത്തുൽ ബഖറ പതിവാക്കേണ്ടതാണ്. പണ്ഡിതന്മാർ പറയുന്നത് കാണാം, പുതിയ വീട്ടിൽ കൂടിയാൽ ആ വീട്ടിൽ 7 ദിവസം തുടർച്ചയായി ബഖറ പാരായണം ചെയ്താൽ ആ വീട്ടിലുള്ള പിശാചുക്കളൊക്കെ ഓടി അകലുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. അതുകൊണ്ട് ഈ സൂറത്ത് പതിവാക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മാറ്റിത്തരട്ടെ. ദുആവസിയത്തോടുകൂടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.